ഹലോ നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു മലേഷ്യൻ അമ്പലം കണ്ടാലോ. അപ്പോൾ ഞാനിപ്പോൾ ഞാൻ റെഡിയായി നിൽക്കുകയാണ്. ഹസ്ബൻഡും മോനും താഴത്തേക്ക് കാർ എടുക്കാൻ പോയി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അമ്പലത്തിലേക്ക് പോകാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് പിനാങ് എയർപോർട്ടിൽ നിന്ന് 4 കിലോമീറ്റർ മാറി ഇൻഡസ്ട്രിയൽ സോണിന്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ശ്രീ വിശ്വദേവർ ശ്രീ വിശാലാക്ഷി ടെമ്പിളിന് മുന്നിലാണ്. പിനാങ്ങിലെ ബാൻലാപാസിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം ഈ ഏരിയയിലെ ഏറ്റവും വലിയ ഹിന്ദു ക്ഷേത്രമാണ്. ക്ഷേത്രമുറ്റത്തേക്ക് കയറുമ്പോൾ ഇടതുവശത്ത് ആൽത്തറയിൽ വിനായകരും നാഗരാജാവും കുടികൊള്ളുന്നു. അതിൻ്റെ പിന്നിലായി ഇവന്റ് ഹാള് കാണാം. വലതുവശത്ത് നവഗ്രഹങ്ങളും പിന്നെ അതിന് ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഒരു കുളമുണ്ട്. കുളത്തിന്റെ നടുക്ക് ഭഗവാന്റെ ഒരു രൂപമാണ് വെച്ചിരിക്കുന്നത്. അതെല്ലാ സമയത്തും തുറന്ന് പൂജയൊന്നും ചെയ്യുന്ന കണ്ടിട്ടില്ല. വിശേഷ സമയത്ത് മാത്രം തുറക്കുകയും പൂജ ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. പല ആൾക്കാരും അവിടെ വിളക്കൊക്കെ കത്തിച്ച് വെക്കാറുണ്ട്. നവഗ്രഹ ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെ ഒരു മണിഗോപുരം ഉണ്ട്. ഗോപുരത്തിന് നേരെ താഴ്വശം ഒരു പാസേജ് പോലെയാണ്. അതിനുള്ളിൽ ശിവഭഗവാന്റെ 2 രൂപങ്ങൾ വെച്ചിട്ടുണ്ട്. അതുകൂടാതെ നടരാജ വിഗ്രഹം ചെയ്തു വെച്ചിട്ടുണ്ട്. മെയിൻ ഡോറിലും ദേവന്മാരുടെയും ദേവിമാരുടെയും രൂപങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ടെങ്കിലും നടരാജ വിഗ്രഹത്തിലെ പല പോസുകളും അതിനോടൊപ്പം കൊത്തിവെച്ചിട്ടുണ്ട്. അമ്പലത്തിനുള്ളിലേക്ക് കയറി ചെല്ലുമ്പോൾ ആദ്യം കാണുന്നത് വെള്ളിയിൽ തീർത്ത കൊടിമരവും അതിന് താഴെ ഒരു ഗണപതി ഭഗവാനെയാണ്. അതിന്റെ പിന്നിലായിട്ട് നന്ദികേശനെയാണ്. ഈ ക്ഷേത്രം ശിവപാർവതി ക്ഷേത്രമാണ്. നേരെ നോക്കുന്ന കോവിലിൽ കിഴക്കോട്ട് ദർശനമായിട്ട് ശിവഭഗവാനും അതിന്റെ ഇടതുഭാഗത്തായിട്ട് തെക്ക് വശത്തേക്ക് നോക്കിയിരിക്കുന്ന രീതിയിൽ വിശാലാക്ഷി ദേവിയും, അതായത് പാർവതി ദേവിയുടെ മറ്റൊരു രൂപമാണ് വിശാലാക്ഷി ദേവിയുമാണ് കൂടിയുള്ളത്. കൂടാതെ വിനായകർ, മുരുകർ, ഭൈരവർ, ദക്ഷിണമൂർത്തി, ദുർഗാ ഭഗവതി, സൂര്യചന്ദ്രന്മാർ എന്നിവ ഉപമൂർത്തികളായിട്ടുണ്ട്. 1997 സ്ഥാപിച്ച ഈ ക്ഷേത്രം പൂർണ്ണമായും ദ്രാവിഡ ശൈലിയിലാണ് നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നത്. 50 അടിയോളം ഉയരം വരുന്ന ഗോപുരം മുതൽ ക്ഷേത്രത്തിന്റെ ഓരോ തൂണിലും ദേവീ ദേവന്മാരുടെ രൂപങ്ങൾ കൊത്തിവെച്ചിരിക്കുകയാണ്. പിന്നെ ഒരു വസന്ത മണ്ഡപമുണ്ട്. വസന്ത മണ്ഡപം എന്തുവാന്ന് സത്യത്തിൽ എനിക്ക് അറിയത്തില്ല. പക്ഷെ ഈ നവരാത്രി സമയത്തും മെയിൻ പൂജകളുടെ നവരാത്രി, പൊങ്കൽ അങ്ങനെയുള്ള മെയിൻ പൂജകളുടെ സമയത്ത് ഈ വസന്ത മണ്ഡപം മുഴുവനായിട്ട് തുറന്നിട്ട് അവിടെ പന്തലൊക്കെ, അമ്പലത്തിനുള്ളിൽ തന്നെ പന്തലൊക്കെ കിട്ടി അതിനുള്ളിൽ ഡെക്കറേറ്റ് ചെയ്തൊക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ ഈ പ്രതിഷ്ഠാ ദിനത്തിനോടനുബന്ധിച്ചുള്ള ദിവസങ്ങളിൽ വസന്ത മണ്ഡപം തുറന്ന് അവിടെ അലങ്കാരമൊക്കെ ചെയ്ത് വാഴയും തെങ്ങോല കൊണ്ടും ഒക്കെ അലങ്കാരം ചെയ്ത് പായൊക്കെ വിരിച്ച് അതിനുള്ളിൽ നാമജപവും അങ്ങനത്തെ പരിപാടികൾ നടത്തുന്നത് കണ്ടിട്ടുണ്ട്. ദീപാവലി, പൊങ്കല്, തൈപ്പൂയം, നവരാത്രി, കാർത്തിക അങ്ങനത്തെ ഒക്കെയാണ് മെയിൻ ആയിട്ടുള്ള വിശേഷ ദിവസങ്ങൾ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇനിയും മലേഷ്യയുടെ വിശേഷങ്ങളും വീഡിയോകളും കാണാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ.